ശരി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് CPI മത്സരിക്കുന്ന 4 സീറ്റുകളിൽ ആരെ മത്സരിപ്പിക്കണമെന്നതിൽ പാർട്ടിയിൽ ചർച്ചകൾ സജീവമായിരിക്കുന്നു. തിരുവനന്തപുരത്ത് ആനി രാജ, മന്ത്രി GR അനിൽ എന്നിവരും തൃശൂരിൽ VS സുനിൽകുമാർ, KP രാജേന്ദ്രൻ എന്നിവരുമാണ് പരിഗണനയിലുള്ളത്. മാവേലിക്കര സീറ്റിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, CK ആശ MLA, പ്രിജി ശശിധരൻ എന്നിവരുടെ പേരുകളും ചർച്ചയിലുണ്ട്. വയനാട്ടിൽ ആരും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന സൂചനയാണ് ആദ്യം എത്തുന്നത്. രാഹുൽ മത്സരിക്കാൻ സാധ്യതയുള്ള വയനാട്ടിൽ ആർക്കും താല്പര്യമില്ല എന്ന രീതിയിലുള്ള സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും അടുത്ത മാസം ചേരുന്ന സംസ്ഥാന കൗൺസിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കും. റിപ്പോർട്ട്. കേരളത്തിൽ 17 MLA-മാരും 4 മന്ത്രിമാരുമൊക്കെ ഉണ്ടെങ്കിലും ലോക്സഭയിൽ CPIയുടെ മേൽവിലാസം തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ നിന്നാണ് പാർട്ടിക്ക് ആകെയുള്ള 2 MP-മാരും. തിരുപ്പൂർ MLA K സുബ്ബരായനും നാഗപട്ടണം MLA M സെൽവരാജനുമാണ് ലോക്സഭയിൽ CPIയുടെ മാനം കാക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടി ഘടകമാണെന്ന പെരുമയൊക്കെ അവകാശപ്പെടാനുണ്ടെങ്കിലും കേരളത്തിൽ നിന്ന് CPIക്ക് ഒരു MP പോലുമില്ല. ഇത്തവണ ആ നാണക്കേട് കഴുകിക്കളയാനാണ് CPI സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭഗീരഥ യത്നം. 20 ലോക്സഭാ മണ്ഡലങ്ങളുള്ള കേരളത്തിൽ 4 സീറ്റുകളിലാണ് CPI മത്സരിക്കുന്നത്. തിരുവനന്തപുരം, മാവേലിക്കര, തൃശൂർ, വയനാട് എന്നിവയാണ് CPIയുടെ സീറ്റുകൾ. ഫെബ്രുവരി 9 മുതൽ ആരംഭിക്കുന്ന CPI സംസ്ഥാന നേതൃയോഗങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം ചർച്ചയാകും. ഔദ്യോഗിക ഫോറങ്ങൾ തീരുമാനമാകുന്നതിന് മുമ്പേ പാർട്ടിയിൽ അനൗപചാരിക ചർച്ചകൾ സജീവമായി കഴിഞ്ഞു. ജയസാധ്യത നോക്കി നല്ല സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി വിജയം കൊയ്യാനാണ് ശ്രമം. തുടർച്ചയായി തോൽവി പിണയുന്ന തിരുവനന്തപുരം CPIക്ക് ഏതാണ്ട് ബാലികറാമല തന്നെ. ശശി തരൂർ പ്രഭാവത്തിൽ CPI സ്ഥാനാർത്ഥികൾ 3 തവണയായി 3-ാം സ്ഥാനത്താണ്. ഹൈവോൾട്ടേജ് പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരത്ത് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനി രാജയുടെ പേരാണ് ഏറ്റവും സജീവമായി പറഞ്ഞു കേൾക്കുന്നത്. നേരത്തെ സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതിയിരുന്ന ബിനോയ് വിശ്വം കാനത്തിൻ്റെ നിര്യാണത്തെ തുടർന്ന് സംസ്ഥാന സെക്രട്ടറി ആയതാണ് ആനി രാജയെ വീണ്ടും മുൻപന്തിയിലെത്തിച്ചത്. ആനി രാജ അല്ലെങ്കിൽ മന്ത്രി GR അനിലിനെയും സ്ഥാനാർത്ഥിയായി പരിഗണിച്ചേക്കാം. എന്നാൽ GR അനിലിന് മത്സരിക്കാൻ ഒട്ടും താല്പര്യമില്ല. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K പ്രകാശ് ബാബു തിരുവനന്തപുരത്ത് മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും CPIയിലുണ്ട്. തുടർച്ചയായി തോൽക്കുന്ന മാവേലിക്കരയിലും CPIക്ക് പറ്റിയ സ്ഥാനാർത്ഥിയെ വേണം. കഴിഞ്ഞ തവണ മത്സരിച്ച ചിറ്റയം ഗോപകുമാർ, യുവ നേതാവ് അരുൺ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം പ്രിജി ശശിധരൻ എന്നിവരുടെ പേരുകളാണ് മാവേലിക്കരയിൽ ചർച്ച ചെയ്യുന്നത്. അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി വൈക്കം MLA CK ആശ കടന്നുവരാനും സാധ്യതയുണ്ട്. തൃശ്ശൂരാണ് CPI ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലം. തൃശ്ശൂർ പിടിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP കച്ചകെട്ടുമ്പോൾ CPIക്ക് രംഗത്തിറക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി മുൻ മന്ത്രി VS സുനിൽകുമാറാണ്. എന്നാൽ AITUC ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ്റെ പേരിനായിരുന്നു നേരത്തെ മുൻതൂക്കം. കാനത്തിൻ്റെ വിശ്വസ്തനായിരുന്നു KP രാജേന്ദ്രൻ. കാനം വിരുദ്ധചേരിയിലെ പ്രധാനിയായി മുദ്രകുത്തപ്പെട്ട VS സുനിൽകുമാറിന് പുതിയ സാഹചര്യത്തിൽ കാര്യങ്ങൾ അനുകൂലമാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് സീറ്റിൽ മത്സരിക്കാൻ നേതാക്കളുടെ തള്ളില്ല. കഴിഞ്ഞ തവണ രാഹുലിനോട് എതിരിട്ട PP സുനീർ 4,31,000 വോട്ടിനാണ് തോറ്റുപോയത്. ഇക്കുറിയും രാഹുൽ പ്രഭാവം ആഞ്ഞടിച്ചാൽ ഫലം ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യത. വയനാട്ടിലെ സ്ഥാനാർത്ഥിയായി ഇത്തവണ സത്യൻ മൊകേരിയുടെ പേരിനാണ് മുൻതൂക്കം. യുവ നേതാവ് P കബീറിനെയും വയനാട്ടിലേക്ക് പരിഗണിക്കാനിടയുണ്ട്. 2019 ശബരിമല പ്രക്ഷോഭവും വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ ഇഫക്റ്റുമാണ് LDFൻ്റെയും CPIയുടെയും കേരളത്തിലെ പ്രതീക്ഷകൾ തല്ലിക്കൊഴിച്ചത്. ഇത്തവണ രാഹുൽ കേരളത്തിൽ മത്സരിക്കുന്ന ഒഴിവാക്കണമെന്നാവശ്യപ്പെടുന്ന സംസ്ഥാന നേതൃത്വം ഇന്ത്യ മുന്നണി വഴി അക്കാര്യത്തിലൊരു ഇടപെടലും പ്രതീക്ഷിക്കുന്നുണ്ട്. റിപ്പോർട്ടർ R. ശ്രീജിത്തിൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.